രചകൻ ഉളിയന്നൂർത്തച്ഛനും പിന്നെ നമസ്കാരം. ആർദ്രാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പറയിപെറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള ചെത്തല്ലൂരിലാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തിയ നാരായണമംഗലത്ത് മന സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം വേദപഠനത്തിനായി രായരനെല്ലൂരിലുള്ള ഈ മനയിൽ എത്തിച്ചേർന്നു എന്നാണ് ഐതിഹ്യം. നേരെ നാരായണ ഭ്രാന്തനുമുടൻ നാറാണത്ത് ഭ്രാന്തന്റെ പിൻതലമുറക്കാരായ നാരായണമംഗലത്ത് മനയിലെ കുമാരസ്വാമി ഭട്ടതിരിപ്പാടും അദ്ദേഹത്തിൻ്റെ പത്നി ശോഭന ടീച്ചറുമാണ് ഇന്ന് ഇവിടെ ഈ മനയിൽ ഈ അമ്പലത്തിലെ പൂജയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇവരോട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഇപ്പൊ ഈ നാരായണമംഗലത്തുള്ളത് എന്നാണല്ലോ പറയണത്. എത്ര താവഴി ഉണ്ട് ഇപ്പൊ ഈ ഒരു ഇതില്? 5-8 താവഴിയിൽ താമസിക്കുന്നുണ്ട്. ഇപ്പൊ ബുദ്ധി കൂടിയത് കൊണ്ടാണ് ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു പക്ഷമുണ്ടോ? അങ്ങനെ അധികം ഈ സാധാരണ ഒരാൾ ചെയ്യണ പ്രവൃത്തികളല്ലോ ഇപ്പൊ ഈ ചെയ്യണത്. അതുകൊണ്ട് ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിച്ചതായിരിക്കാം. അല്ല, ഒരുപാട് തത്വങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടേ. അത് അല്ല, പ്രവൃത്തികളെ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ല, ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രൂപത്തിലുള്ള പ്രവൃത്തികളും അതിൽ തത്വങ്ങൾ, അതുകൊണ്ട് ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെട്ടതാണ്. അല്ലാണ്ട് അദ്ദേഹത്തിന് അല്ല, ഒരു നമ്മൾ നിരീക്കുന്ന കൂടുതലുള്ള ഒരു ഭ്രാന്തായിരുന്നു തോന്നില്ല. അല്ല, അദ്ദേഹം ഈ താന്ത്രിക ഗ്രന്ഥങ്ങളുടെ അനവധി എഴുതിയിട്ടുണ്ടെന്നൊക്കെ അല്ലാണ്ട് ഒരു ആചാര്യനായിട്ടാണ് ഞങ്ങളും പൊതുവെ അങ്ങനെയാണ് അദ്ദേഹത്തിനെ കാണാറുള്ളത്. കേളുപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും. നാറാണത്ത് ഭ്രാന്തന്റെ പല പ്രവൃത്തികളും ഇന്ന് ജീവിത തത്വചിന്തകളായി വ്യാഖ്യാനിക്കാം എങ്കിലും അക്കാലത്ത് അതെല്ലാം ഭ്രാന്തായാണ് ആളുകൾ കരുതി വന്നത്. രാവിലെ മുതൽ ഉച്ചവരെ മലമുകളിലേക്ക് കല്ലുരുട്ടിക്കയറ്റി അവിടെ നിന്ന് കല്ല് താഴേക്കിട്ട് കൈകൊട്ടി ആർത്തു ചിരിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം. ഒരു മനുഷ്യന് ഉന്നതങ്ങളിലെത്താൻ കഠിന പ്രയത്നം വേണം, എന്നാൽ അത് നശിപ്പിക്കാനോ നിഷ്പ്രയാസം സാധിക്കും എന്ന വലിയ തത്വമാണ് അദ്ദേഹം തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് നമുക്ക് കാണിച്ചു തന്നത്. ഭിക്ഷയാചിച്ചാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. ദിവസവും ഭിക്ഷയാചിച്ചു കിട്ടുന്ന അരി വൈകുന്നേരം എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് പാകം ചെയ്തു കഴിക്കും. എന്നിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. പിറ്റേന്നും ഇതുതന്നെ ആവർത്തിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭ്രാന്തൻ എത്തിച്ചേർന്നത് ഒരു ചുടുകാട്ടിലാണ്. അവിടെ നദീജലവും ചൂളയിൽ വിറകും ധാരാളം. ഭ്രാന്തൻ പാചകത്തിനൊരുങ്ങി. അപ്പോഴാണ് കാളിയും ഭൂതപ്രേത പിശാചുക്കളായ തൻ്റെ കൂട്ടാളികളും ചുടല നൃത്തം ചെയ്യുന്നതിനായി അവിടെ എത്തുന്നത്. ആ സമയത്ത് അവിടെ ഒരു മനുഷ്യനെ കണ്ട കാളി ഭ്രാന്തനോട് അവിടെ നിന്നും മാറിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഭ്രാന്തനാകട്ടെ ഒരു പൊടിക്ക് വഴങ്ങുന്ന ലക്ഷണമില്ല. നൃത്തം ചെയ്യുകയാണെങ്കിൽ തൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തുകൊള്ളൂ എന്നായി ഭ്രാന്തൻ. തങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നൃത്തം ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ നിർബന്ധമായും അവിടുന്ന് എഴുന്നേറ്റു മാറണം, അല്ലെങ്കിൽ ശപിക്കും എന്ന് പറഞ്ഞ് കാളിയും കൂട്ടരും ഭ്രാന്തനെ ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ ഭ്രാന്തൻ തരിമ്പും കൂസാതെ അവിടെ തന്നെ ഇരുന്നു. കാളി തൻ്റെ ഭയങ്കരത്വം വെടിഞ്ഞ് ഭ്രാന്തനോട് അപേക്ഷിക്കാൻ തുടങ്ങി. മനുഷ്യരുടെ മുമ്പിൽ തങ്ങൾ പ്രത്യക്ഷപ്പെടാറില്ലെന്നും പ്രത്യക്ഷപ്പെട്ടാൽ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യുകയാണ് തങ്ങളുടെ പതിവ് എന്നും ദിവ്യനായ ഭ്രാന്തൻ തൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും വരം വാങ്ങിക്കണമെന്നുമായി കാളി. തനിക്ക് യാതൊരു വരവും ആവശ്യമില്ല, തയ്യാറായ തൻ്റെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ വിശ്രമിക്കാൻ അനുവദിച്ചാൽ മതിയെന്നായി ഭ്രാന്തൻ. വരം ചോദിക്കാനായി കാളി വീണ്ടും ഭ്രാന്തനെ നിർബന്ധിച്ചു. എന്നാൽ തൻ്റെ ആയുസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി, അത് മാത്രമേ വേണ്ടൂ എന്ന് ഭ്രാന്തൻ പറഞ്ഞു. ആയുസിന്റെ കാര്യത്തിൽ തനിക്കൊന്നും ചെയ്യാനാവില്ല, മറ്റെന്തെങ്കിലും വരം വാങ്ങണം എന്നായി കാളി. എങ്കിൽ തൻ്റെ വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്ക് മാറ്റി തന്നാൽ മതിയെന്നും ഭ്രാന്തൻ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് കാളി അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈശ്വരകൽപിതമായ കാര്യങ്ങളെ മാറ്റാൻ ആർക്കും സാധ്യമല്ല എന്ന പാഠമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്.
ചെത്തല്ലൂർ, തിരുവേഗപ്ര, അങ്ങാടിപ്പുറം, രായിരനെല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് കാലിൽ മന്തുമായി ഈ ഭ്രാന്തൻ അലഞ്ഞു നടന്നിരുന്നത്. രായിരനെല്ലൂർ മലയുടെ താഴ്വാരങ്ങളിൽ ഈ ഭ്രാന്തൻ ഉരുട്ടിവിട്ട കല്ലുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നാറാണത്ത് ഭ്രാന്തന്റെ പേരിൽ പ്രസിദ്ധമായ രായിരനെല്ലൂർ മലയിൽ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയ അമ്പലവും ഭ്രാന്തനെ ചങ്ങലക്കിട്ടെന്ന് കരുതുന്ന കാഞ്ഞിരമരത്തിലെ പൊട്ടാത്ത ചങ്ങലയും കാണാം. ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം ലഭിച്ച ദിവസം രായിരനെല്ലൂർ മലകയറ്റ ദിവസമായി ആചരിച്ചു വരുന്നു. ചാത്തനും പാക്കനാരും നാറാണത്ത് ഭ്രാന്തന്റെ ദിവ്യത്വം വെളിപ്പെടുത്തുന്ന ഇനിയും ധാരാളം കഥകൾ പ്രചാരത്തിലുണ്ട്. ഭ്രാന്തൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എങ്കിലും ബുദ്ധിവൈഭവവും പാണ്ഡിത്യവും ആത്മധൈര്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച ഒരു അസാധാരണ ജന്മമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ മറ്റൊരു വ്യക്തിത്വത്തെ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. നന്ദി, നമസ്കാരം. നായർ കാരക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാരായണ ഭ്രാന്തനുമുടൻ അകവൂർ ചാത്തനും പാക്കനാരും